മാംഗല്യം. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. ഇതിപ്പോ അമ്മയെ നോക്കാൻ ഞാൻ വന്നിട്ട് അമ്മ എന്നെ നോക്കേണ്ട അവസ്ഥയായി അല്ലേ? ചൂട് ദോശ അതുപോലെ അവളുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് ആഹാരം കഴിക്കാൻ സീത നിർബന്ധിച്ചതും അതിലേക്ക് നോക്കി പറഞ്ഞവളുടെ കണ്ണ് വല്ലാതെ കലങ്ങി. ആഹാരത്തിന് മുന്നിലിരുന്ന് കരയല്ലേ മണിക്കുട്ടി. അവളോട് ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് സീത ദോശക്കല്ലിലേക്ക് അടുത്ത കുഞ്ഞുതവി മാവൊഴിച്ചു. സീതയ്ക്കും ശ്രീധരനും ദോശ അങ്ങനെ അത്ര വലിപ്പത്തിൽ വേണമെന്ന് താല്പര്യമില്ല. ഈ തട്ടിൽക്കൊട്ടി ദോശ എന്ന് പറയുന്ന പോലെ ഒരിത്തിരി കനത്തിൽ ചെറുതായി കുഞ്ഞു ദോശ, അതിന്റെ കൂടെ നല്ല കൊഴുത്ത സാമ്പാറും കട്ട ചമ്മന്തിയും, പിന്നെ അവരുടെ കൂടെ ഒപ്പം പിടിക്കാൻ എന്ന പോലെ ഇത്തരം മധുരം കൂടുതലുള്ള കോഫിയും. അടുത്ത് നിന്ന് 2 പേർക്കും ഷുഗർ പിടിപെട്ടിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി കോഫിക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര കാലം കൂടി ജീവിക്കാനാ എന്നുള്ള പറച്ചിലിൽ അവരേറെക്കുറെ മിക്കപ്പോഴും കോഫിയും കൂടെ ചേർക്കും. ഇന്നിപ്പോ അവൾക്ക് മുന്നിലും അവര് തന്നെയാണ് വിളമ്പുന്നത്. വയ്യാതിരുന്നിട്ട് സീതമ്മ സാമ്പാറൊക്കെ ഉണ്ടാക്കിയോ? ചമ്മന്തിയും സാമ്പാറും കൂട്ടിക്കുഴച്ച് ദോശ ഒരിത്തിരി ചൂടോടെ നാവിലേക്ക് വെച്ചതും അവൾ അറിയാതെ ചോദിച്ചുപോയി. കാരണം ഈ അലിഞ്ഞൊക്കെ പോവുക എന്ന് പറയില്ലേ, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു ആഹാരത്തിന്. അതിന്റെ രുചിയാവും കുറച്ചു മുന്നേ അവളിൽ മൂടപ്പെട്ട സങ്കടം നാവിൻ തുമ്പിലെ രുചിയിൽ അലിഞ്ഞില്ലാതെയായി പോയത്. എന്റെ പൊന്നു മോളെ, വീണു എന്നുള്ളത് ശരിയാണ്. എന്നും വെച്ചിട്ട് ശ്രീധരേട്ടൻ ഈ കാണിച്ചു കൂട്ടുന്ന പോലെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. പിന്നെ നടുവേദന, അത് മുന്നേയും ഉണ്ടായിരുന്നതല്ലേ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞെടുത്ത് ദോശയും കൂടി അവളുടെ പാത്രത്തിലേക്ക് അവർ കൊണ്ടുവന്നിട്ടതും പെണ്ണ് ഇരു കൈകളും പ്ലേറ്റിന് മുകളിൽ വെച്ച് മറച്ചു. ഇപ്പൊ തന്നെ 3 കഴിച്ചു. ഇനി വയ്യ പോലും. വളർന്നു വരുന്ന പ്രായമാ പെണ്ണിന്. നിനക്കെന്താടി കൊച്ചേ വയറു നിറച്ച് ആഹാരം കഴിച്ചാൽ? അവളുടെ കൈ തട്ടി മാറ്റി ചട്ടകത്തിലിരുന്ന ദോശ പ്ലേറ്റിലിട്ടുകൊണ്ട് അമ്മ ദേഷ്യപ്പെട്ടു. പാതി വയറിൽ നിറയുന്നത് പഠിക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ആവശ്യമില്ലാത്ത ശീലങ്ങളായി പോകും. ഇനി മുന്നോട്ട് സ്വന്തം വീട്ടിലുണ്ടാവാൻ പോകുന്ന അവസ്ഥ ആലോചിച്ചോ? അതോ താൻ കഴിച്ചാലും ഇല്ലെങ്കിലും ചോദിക്കാൻ ആരും ഉണ്ടാകില്ല എന്ന് തന്റെ ദൈന്യത ഓർത്തോ എന്തോ അവൾ അറിയാതെ പറഞ്ഞുപോയി. അവളെ നന്നായി അറിയുന്ന സീതയ്ക്ക് പിന്നെ വരികൾക്കിടയിലെ അർത്ഥം കൂടുതൽ അങ്ങോട്ട് തിരയേണ്ടി വന്നില്ല. ഇപ്പൊ നീ വൃത്തിയായിട്ട് കഴിക്കാൻ നോക്ക്. ഇനിയിപ്പൊ കുറച്ചു ദിവസം നീ ഇവിടെ തന്നെ കാണില്ലേ? പറഞ്ഞുകൊണ്ട് അവരെടുത്ത ദോശ കൂടി ഇടാൻ തുടങ്ങിയതും അവള് പെട്ടെന്ന് പ്ലേറ്റ് കയ്യിലേക്ക് എടുത്തുകൊണ്ട് എഴുന്നു നിന്നു. അത് പിന്നെ അമ്മേ, അമ്മയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഞാൻ വരണോ? തന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അറിഞ്ഞ് തന്നെ സഹായിക്കാൻ വേണ്ടി മാത്രമാണോ അവർ വിളിക്കുന്നതെന്നുള്ള ചിന്തയിൽ അവൾ ചോദിച്ചു. അതാ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലായ സീത അവളെ ഒന്ന് നോക്കി. എന്റെ പൊന്നു മോളെ, ഞാൻ പറഞ്ഞല്ലോ, നടുവേദന ഉണ്ടായിരുന്നു. പിന്നിപ്പോ അതിന്റെ ആക്കം ഒരല്പം കൂടി എന്ന് മാത്രം. ആരെങ്കിലും ഒരാൾ ഒപ്പമുണ്ടെങ്കിൽ ഈ തിരുമ്മലും കിഴിയിടുന്നതിന്റെയും ഒക്കെ സമയത്ത് വലിയ ആശ്വാസമാണ്. അത് പിന്നെ നീയാകുമ്പോൾ സമാധാനവും. എന്തേ, എന്നോടൊപ്പം നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? വളരെ സ്വാഭാവികമായിട്ടായിരുന്നു ആ പറച്ചിലെങ്കിലും അതിൽ അവിശ്വസിക്കാൻ വേറൊന്നും ഇല്ലായിരുന്നെങ്കിലും എന്തുകൊണ്ടോ ഉള്ളിൽ കിടക്കുന്ന അപകർഷതാബോധം അവളെ പിന്നെയും ചോദ്യങ്ങളാൽ പിടിച്ചു നിർത്തി. അമ്മയ്ക്ക് വയ്യെങ്കിൽ ഞാൻ വരാം. പക്ഷെ ഇവിടെ നിൽക്കണോ? പോയി വന്നാൽ പോരെ? അതെന്താ നിനക്കിവിടെ നിന്നാൽ? ശാരദ എന്തെങ്കിലും പറയുമെന്ന് കരുതിയിട്ടാണോ? സീതയുടെ ശബ്ദം മൂർച്ഛരാകി. ആ കൈ നിറയെ കാശ് കിട്ടുമെന്നറിഞ്ഞാൽ ഒരാഴ്ചയല്ല, ജീവിതകാലം മൊത്തവും ഞാൻ ഇവിടെ നിന്നോട്ടെ എന്ന് പറയും. പക്ഷെ അതല്ല സീതമ്മേ. ഒരു പക്ഷേ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് വിമ്മിഷ്ടം വല്ലതും കൂടിയാൽ ആരും അറിയില്ല. അതുകൊണ്ട് പകൽ മുഴുവനും നിൽക്കാം, പക്ഷെ രാത്രിയിൽ പോകും. പാത്രം കഴുകി കമിഴ്ത്തി വെച്ചുകൊണ്ട് സീതയുടെ കയ്യിൽ നിന്നും തവി വാങ്ങി ദോശ ചുടാൻ തുടങ്ങി അവൾ സീതമ്മയ്ക്കും ശ്രീധരനുമുള്ള ആഹാരം ചൂടോടെ ഉണ്ടാക്കാൻ തുടങ്ങി. നിന്റെ അമ്മ ഇത്രയൊക്കെ നിന്നോട് കാണിച്ചിട്ടും നിനക്കവരോട് ദേഷ്യമൊന്നുമില്ലേ മണിക്കുട്ടി? ചോദിക്കാതിരിക്കാനായില്ല അവർക്ക്. ദേഷ്യമല്ല സീതമ്മ, സങ്കടമാ. പിന്നെ ആലോചിക്കുമ്പോൾ തോന്നും, മകനോടുള്ള സ്നേഹക്കൂടുതൽ കാരണം ജനിച്ചപ്പോഴേ എന്നെ തെരുവിലേക്കെങ്ങും വലിച്ചെറിഞ്ഞില്ലല്ലോ എന്ന്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിച്ചു പഠിച്ചു ഇപ്പോൾ ദേ നിങ്ങളുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. പുഞ്ചിരിയോടെയാണ് പറച്ചിലെങ്കിലും കണ്ണിലെ നീർത്തിളക്കം മറ്റു പലതുമാണ് പറയാതെ പറഞ്ഞുപോയത്. നിനക്ക് എങ്ങനെയാ കൊച്ചേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്? ഒരു തരം ഞെട്ടലായിരുന്നു സീതയുടെ ശബ്ദത്തിൽ. ആവശ്യത്തിന് ദോശയായെന്ന് തോന്നിയതും ഗ്യാസ് ഓഫ് ചെയ്തുകൊണ്ടവൾ സീതമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പാഠപുസ്തകത്തിൽ നിന്ന് നമ്മളോട് പറയത്തില്ലേ, ഓരോ വ്യക്തിക്കും ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ടത് പാർപ്പിടം,
വൃത്തിയുള്ള ആഹാരം, ശ്വസിക്കാൻ നല്ല വായു, കുടിക്കാൻ ശുദ്ധമായ വെള്ളം ഇതൊക്കെയാണെന്ന്. ഉം പക്ഷേ അവര് പറയാൻ വിട്ടുപോയ ഒരു സാധനമുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികളും ജീവിക്കുന്നത് അതിനുവേണ്ടിയാണ്. സീതയുടെ കണ്ണുകൾ അവളിൽ ചുരുങ്ങി. മനസ്സമാധാനം. ഈ ലോകത്ത് അത്യന്താപേക്ഷിതമായി എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് അതിനുവേണ്ടിയാണ്. ഈ ഞാനും. അതുകൊണ്ടാണ് ഞാൻ എന്റെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ഇതുപോലെ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോ ഞാനത് ടേബിളിലേക്ക് വെച്ചിട്ട് വരാം. പറഞ്ഞുകൊണ്ട് കാസറോളും എടുത്തുകൊണ്ട് പോകുന്നവളെ സീത ഒരുപാട് സങ്കടത്തോടെ നോക്കി. കൂടിപ്പോയാൽ 21 22 വയസ്സു മാത്രമുള്ളൊരു പെൺകുട്ടി. അവൾ കടന്നുപോകുന്ന വഴികളിൽ മുള്ളു വിതറുന്നത് സ്വന്തം അമ്മയും ആങ്ങളെയും. വല്ലാത്ത വിരോധാഭാസം തന്നെ. പിന്നെയും കുറേയേറെ ജോലികൾ ഉണ്ടായിരുന്നു ആ വീട്ടിൽ. അതൊക്കെ തീർത്ത് എടുപിടിയിന്ന് പുറത്തേക്കിറങ്ങുമ്പോഴാണ് മാനം കറുത്തൂന്ന് കാണുന്നത്. ശ്രീധരൻ മാമ പുറത്തു പോയിരിക്കുകയാണ്. ഇപ്പോഴെത്തുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം വരുന്നതിന് മുന്നേ പോണം. അല്ലെങ്കിൽ പിന്നെ അമ്മയെ തനിച്ചാക്കി തന്നെ കൊണ്ടുവിടാനായി ഇറങ്ങും. പിന്നെ കവലയിലൊക്കെ ഒന്ന് നിന്ന് തിരിച്ചിവിടെ എത്തുമ്പോൾ നല്ല നേരം പിടിക്കും. അങ്ങനെ തന്നെ കൊണ്ടുവിടാനായി ഇറങ്ങിയില്ലെങ്കിൽ അമ്മയ്ക്കൊപ്പം വീട്ടിൽ തന്നെ കാണുമല്ലോ എന്ന് ചിന്തിച്ചവൾ വേഗം ഗേറ്റിനടുത്തേക്ക് നടന്നു. സൂക്ഷം പോലെ ചെന്നുപെട്ടത് ഗേറ്റ് അടയ്ക്കാൻ ഇറങ്ങിയ ഹരിയുടെ മുന്നിലും. പരസ്പരമുള്ള നോട്ടം ഇടഞ്ഞതും രണ്ടുപേരും ഒരു നിമിഷം കൊണ്ട് തന്നെ മിഴികൾ മാറ്റി. അവനെ കണ്ട വെപ്രാളത്തിൽ വേഗത്തിൽ നടക്കാൻ പോയവളുടെ ചെരുപ്പൊന്നും മടങ്ങി. പിന്നിൽ എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്ന ഹരി കാണുന്നത് റോഡിൽ കൈയും കുത്തി മുട്ടിടിച്ച് വീഴുന്നവളെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നിമിഷം അവൻ പകച്ചുപോയി. എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത പോലെ നിന്നവൻ ഇത്തിരി നേരമെടുത്തെങ്കിലും വേഗം വന്ന് ഗേറ്റ് തുറന്ന് പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും പിന്നിൽ നിന്ന് വരുന്ന നിഴലനക്കം കണ്ടവൾ പെട്ടെന്ന് ചാടിപ്പിടിച്ച് എഴുന്നേറ്റ് നിന്നു. ആഹാരം കഴിച്ചെങ്കിലും ക്ഷീണം വിട്ടുമാറാത്ത ശരീരം അവളുടെ വെപ്രാളം പിടിച്ചുള്ള എഴുന്നേൽപ്പിൽ ഒന്നുലഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചെങ്കിലും അല്പം മുന്നേ അവന്റെ കൈയിലേക്ക് തളർന്നു വീണ ഓർമ്മയിൽ അവൾ നേരെ നിൽക്കാൻ ശ്രമിച്ചു. അടുത്തെത്തിയവന്റെ ശ്രദ്ധ ആദ്യം പോയത് ബാറ് പൊട്ടിയ ചെരുപ്പിലേക്കായിരുന്നു. ഇതിനു മുന്നേയും പലപ്പോഴും തുന്നിച്ച പോലെ കുറേയേറെ നൂലുകൾ അതിൽ നിന്നും പൊങ്ങി കാണുന്നുണ്ട്. അവന്റെ നോട്ടം തന്റെ ചെരുപ്പിലേക്കാണെന്ന് കണ്ടതും പെണ്ണ് പെട്ടെന്ന് അത് കാലിലേക്ക് കയറ്റിയിടാൻ നോക്കി. പിന്നീടത് നിരക്കി. അവളുടെ ആ വെപ്രാളം കണ്ടപ്പോഴാണ് ഇത്രയും നേരം താൻ ആ ചെരുപ്പ് നോക്കി നിന്നതിന്റെ ഒരു ജാള്യത അവനിലും ഉണ്ടാകുന്നത്. അവനെ ഒന്ന് നോക്കി ആ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന പോലെ അവൾ വേഗത്തിൽ നടക്കാൻ തുടങ്ങിയതും ബാറ് പൊട്ടിയ ചെരുപ്പ് പിന്നെയും മലക്കാൻ തുടങ്ങി. പെണ്ണ് മുന്നിലേക്കായാനും. പക്ഷെ ഇത്തവണ വീഴും മുന്നേ അവളുടെ കൈത്തണ്ടയിൽ അവന്റെ പിടി വീണിരുന്നു. ഒപ്പം എത്രയൊക്കെ ചോദിക്കേണ്ട എന്ന് വെച്ചിട്ടും ചോദ്യവും. തനിക്ക് നേരെ ചൊവ്വേ നടക്കാൻ അറിയില്ലേ? അത്രയും അടുത്തന്റെ ശബ്ദം കേട്ടതും പെണ്ണ് അങ്കലാപ്പ് പോലെ ആ മുഖത്തേക്കൊന്ന് നോക്കി. ആ നേരമാണ് അവനും ആ മുഖം അത്രയും അടുത്ത് കാണുന്നത്. വെളുത്ത കടലാസ് പോലെ വിളറിയ മുഖത്ത് അവിടെ ഇവിടെ പൊങ്ങി നിൽക്കുന്ന ചുവന്ന കുരുക്കളല്ലാതെ മറ്റൊരലങ്കാരവുമില്ലാത്ത ഒരു പെണ്ണ്. നെറുകയിൽ ഒരു പൊട്ടോ കണ്ണിൽ മഷിയോ അങ്ങനെ ഒന്നുമില്ല. നിർജീവമായി നിൽക്കുന്ന കൃഷ്ണമണിയിലേക്ക് പോയ നോട്ടത്തിൽ അവളോട് എന്തോ പറയാൻ വന്നവൻ അതറിയാതെ വിഴുങ്ങി. അപ്പോഴേക്കും വീടിനുള്ളിൽ നിന്നും മാഷിന്റെ വിളി പുറത്തു കേട്ടിരുന്നു. ഒന്ന് രണ്ട് തവണ വിളി കേൾക്കാതെ മാഷ് മുറ്റത്തേക്ക് വരുന്നത് കണ്ടതും ഹരി റോഡിൽ നിന്നും വിളി കേട്ടു. വരുന്നു അച്ഛാ. അവൻ അതൊന്ന് പറയാൻ തിരിഞ്ഞ നേരം കൊണ്ട് ചെരുപ്പ് രണ്ടും കയ്യിലേക്ക് എടുത്തുകൊണ്ടവൾ അവിടെ നിന്നും വേഗത്തിലോടി. ചെമ്മണ്ണ് പാകിയ പാതയിലൂടെ വേഗത്തിൽ ഓടുമ്പോൾ അവളുടെ മനസ്സിലാം കൺമുന്നിൽ നിന്നും എത്രയും മറയണമെന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. മുന്നിൽ ഒരാൾ വന്നാൽ അങ്ങനെ പെട്ടെന്ന് പേടിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യുന്ന പതിവൊന്നുമില്ല. പക്ഷെ ഈ ഒരാളെ കാണുമ്പോൾ മാത്രം കൈയും കാലും വിറയ്ക്കാറുണ്ട്. ആ ഒരു നോട്ടം പോലും എത്താത്തടത്ത് പോയി ഒളിക്കാൻ മനസ്സ് പറയുന്നത് അത്രയും വലിപ്പത്തിൽ ആളെ താൻ പേടിക്കുന്നു. അതിന്റെ കാരണം തിരക്കിപ്പോയാൽ ഒരുപക്ഷെ വ്യക്തമായി ഒന്നും പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ തനിക്ക് ആ ഒരാളെ അഭിമുഖീകരിക്കാൻ ഭയമാണ്. എന്തോ പേരറിയാത്തൊരു ഭയം. ആ ഒരു വേഗതയിൽ നടന്നതുകൊണ്ടാവും കവലയിലെത്തിയവൾ അതറിഞ്ഞില്ല. ഗേറ്റ് അടയ്ക്കാൻ പോയിട്ട് ഇത്രയും നേരമോ ഹരി? മാഷ് അടുത്തെത്തിയപ്പോഴേക്കും ഗേറ്റിന് അവൾ അടുത്തെത്തിയിരുന്നു. ഗേറ്റൊക്കെ നേരത്തെ അടച്ചു വച്ചാ. എന്നിട്ട് നീ എന്ത് ചെയ്യുമായിരുന്നു ഈ റോഡിൽ? റോഡിൽ തലയെത്തി നോക്കിക്കൊണ്ടുള്ള ചോദ്യത്തിൽ അവൻ വെറുതെ ഒന്ന് തല വെട്ടിച്ച് മുന്നിലേക്ക് നടക്കുകയാണ് ചെയ്തത്. എന്തോ അവിടെ നടന്നതൊന്നും പറയാൻ തോന്നിയില്ല. മിണ്ടാതെയുള്ള പോക്കിൽ മാഷിന് സംശയം തോന്നിയെങ്കിലും താൻ ഇനി കുത്തി കുത്തി ചോദിച്ചൊന്നും അറിയുന്നില്ലെങ്കിൽ ആ ഭാവത്തോടെ അദ്ദേഹം പിന്നാലെ ചെന്നു. ഹാളിലേക്ക് എത്തിയവൻ നേരെ കുളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പോകുന്നത് കൂടി കേട്ടതോടെ മാഷിന് മനസ്സിലായി എന്തോ ഒന്നും ഉണ്ടായിട്ടുണ്ടെന്ന്.
ഈ കുറഞ്ഞ നേരം കൊണ്ട് അവന്റെ മുഖത്തെ പുഞ്ചിരി മായ്ക്കാൻ പറ്റിയ എന്താണ് അവിടെ നടന്നതെന്നുള്ള ആശങ്ക അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നെങ്കിലും മകനോട് അയാൾ ചോദിച്ചില്ല. ഈ നേരം വീട്ടിലെത്തിയവൾ ഓടിപ്പോയി കിണറ്റിന് ചുറ്റിൽ നിന്ന് കയ്യും കാലും മുഖവും കഴുകി അകത്തേക്ക് കയറുകയായിരുന്നു. ഈ പാതിരാത്രി വരെ നീ ഇത് എവിടെ കറങ്ങി നടക്കുകയായിരുന്നു? മുന്നിലെ ടിവിന്ന് കണ്ണുമാറ്റാതെ തന്നെ അമ്മയുടെ ഒച്ച കേട്ടെങ്കിലും ഈ നേരം താൻ എന്തു പറഞ്ഞാലും ശ്രദ്ധ സീരിയലിൽ മാത്രമാകുമെന്നറിയുന്നവള് ഒന്നും മിണ്ടാതെ നേരെ അടുക്കളയിലേക്ക് പോയി. താൻ എങ്ങനെ ഇട്ടിട്ട് പോയോ അതിന്റെ നേരെ വിപരീതമായി ആകെ പാത്രങ്ങൾ കൊണ്ട് മൂടിയ അടുക്കള കണ്ടതും അവള് പാത്രത്തിലെ പാത്രങ്ങളൊക്കെ തുറന്നു നോക്കി. രാവിലെ വെച്ച ചോറ് കഞ്ഞിയാക്കിയിട്ടുണ്ട്. പിന്നെ രണ്ടേ രണ്ട് കരുവാടും ഒരു ഇച്ചിരി ചമ്മന്തിയും. പക്ഷെ അതുണ്ടാക്കാൻ ഇത്രയും പാത്രങ്ങൾ വലിച്ചു വാരിയോ എന്ന് ചിന്തിച്ചപ്പോൾ ദേഷ്യം വന്നുവെങ്കിലും ആ ദേഷ്യം അത്രയും പാത്രം കഴുകിയും അടുക്കള ഒതുക്കിയും അവൾ തീർത്തു. പുറത്തുപോയി മേല് കഴുകി വന്നവൾ അടുത്ത് ചെന്നിരുന്നിട്ടും മൈൻഡ് പോലും ചെയ്യാതെ ശാരദ ആ നേരം സീരിയലിലെ കഥാപാത്രങ്ങളെ ശകാരിക്കുന്ന തിരക്കിലായിരുന്നു. ഇവളെപ്പോലുള്ള പെണ്ണുങ്ങളാ അമ്മായിമ്മമാരെ പേരുദോഷം കേൾപ്പിക്കുന്നത്. ഇവളുമാരുടെയൊക്കെ വിചാരം ഈ കെട്ടിയവന്മാര് ജനിച്ചതേ അവളുമാർക്കൊക്കെ കെട്ടാൻ പാകത്തിലായി കണ്ട് അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതെന്നാ. അതല്ലേ കെട്ടിക്കയറി വന്ന് രണ്ടിന്റെ അന്ന് അവന്മാരെയും വിളിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലോട്ട് ഇറങ്ങിപ്പോകുന്നേ. എന്നിട്ട് തള്ളമാരെന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അമ്മായിയമ്മ പോര്. ഇവളുമാരോടൊക്കെ അമ്മായിമ്മ പോരല്ല എടുക്കേണ്ടത്, കവളമടിച്ച് വീട്ടിലിരുത്തുക വേണ്ടത്. ശാരദ സ്ക്രീനിലേക്ക് നോക്കി ഉറഞ്ഞു തുള്ളുകയാണ്. ഈ ഭാര്യമാര് വിളിക്കുമ്പോഴേ അമ്മയും കുടുംബത്തെയും ഒക്കെ മറന്നുപോകുന്ന ആൺമക്കൾക്കൊപ്പം കുഴപ്പമൊന്നുമില്ലേ? എത്ര ചോദിക്കേണ്ടെന്ന് വെച്ചിട്ട് മണിക്കുട്ടി അറിയാതെ ചോദിച്ചുപോയി. എടി, ആൺപിള്ളേര് പാവങ്ങളാണ്. അതല്ലേ ഇവളുമാരെ പോലുള്ളവന്മാരൊക്കെ മുതലാക്കുന്നത്. ഇപ്പൊ തന്നെ നാളെ നമ്മുടെ ഇന്ദ്രൻ കല്യാണം കഴിച്ച് അവളുടെ വീട്ടിലേക്ക് പെണ്ണവനെ വിളിച്ചുകൊണ്ട് പോയാൽ നമുക്ക് നമ്മുടെ മോനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആ കേമി അവളുടെ തൊലിവെളുപ്പ് കാണിച്ച് കൊണ്ടുപോയെന്നല്ലേ പറയാൻ പറ്റൂ. തള്ള വലിയ ന്യായം പോലെ ചോദിച്ചതും മണിക്കുട്ടിയിൽ അമ്പരപ്പാണുണ്ടായത്. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നാളെ അവനു വേണ്ടി ഒരുത്തി വരുമല്ലോ. വരുന്ന അന്ന് മുതൽ അവളെ ഞാൻ മര്യാദ പഠിപ്പിക്കും. അല്ലാതെ എന്റെ മോനെ എന്റെ അടുത്ത് നിന്നും പിടിച്ചു കൊണ്ടുപോകാനൊന്നും ഞാൻ സമ്മതിക്കില്ല. നീ നോക്കിക്കോ. ഉച്ചത്തിൽ ശാരദ പിന്നെയും ഓരോന്ന് വിളിച്ചു പറയുന്ന കേട്ടതും അവിടെ ഇരിക്കാൻ വയ്യാതെ അവൾ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. ഈ സമയം മുത്തശ്ശനും മോളും പറയുന്നത് കേട്ട് പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു ഹരി.